അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ കപ്പപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. കപ്പ, അതേപോലെ തന്നെ മരച്ചീനി, പൂള, കൊള്ളി എന്നൊക്കെ പറയില്ലേ, പല പല സ്ഥലത്തും പല പല പേരാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പൊടിയാണ് കേട്ടോ, കപ്പ വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ കപ്പപ്പുട്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുക എന്നുള്ള അറിയില്ല കേട്ടോ. പണ്ടത്തെ ആൾക്കാർ കഴിക്കുന്നതാണ്. മഴക്കാലത്തൊക്കെ ഈ കപ്പൻ്റെ ചൂടുള്ള കപ്പപ്പുട്ടും അതേപോലെ തന്നെ കട്ടൻ കാപ്പി, ശർക്കര ചായ അല്ലേ, അതും മഴക്കാലത്താണ് കഴിക്കുക. ഈ കപ്പ വേനൽക്കാലത്ത് പറിച്ചിട്ട് ഉണക്കിയിട്ട് ശേഖരിച്ചിട്ട് വെക്കും, എന്നിട്ട് മഴക്കാലത്ത് ഉണ്ടാക്കിയിട്ട് കഴിക്കുക. അതേപോലെ തന്നെ കപ്പനെ കൊണ്ട് കപ്പ വാട്ടിയിട്ട്, വാട്ടക്കപ്പ എന്ന് പറയും ഞങ്ങൾ അവിടെ, ഒരു കറി പോലെ തേങ്ങ ഒക്കെ അരച്ചിട്ട് അങ്ങനെയും വെക്കും. ഇതിപ്പം വാട്ടുന്നൊന്നുമില്ല, ഇതേപോലെ തന്നെ കൊത്തി അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ടാണ് അതിനോട് പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ കപ്പൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അത് കഴുകിയതിൻ്റെ ശേഷം കൊത്തി അരിഞ്ഞിട്ടെടുക്കണം. നമ്മൾ കപ്പ എപ്പോഴും തോല് കളയുന്നതിന് മുമ്പ് ആ തോലിൻ്റെ പുറത്തുള്ള ചെളിയൊക്കെ കഴുകി കളഞ്ഞാൽ ഉള്ളിൽ അധികം ചെളിയാവില്ല. അല്ലെങ്കിൽ ആ വൈറ്റ് കപ്പൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ നല്ല ചെളിയായിട്ട് ഉരച്ച് കഴുകേണ്ടി വരൂലേ. അപ്പോൾ തോലിൻ്റെ മുകളിലുള്ള ചെളി, നല്ല ചെളിയൊക്കെ നിങ്ങൾ കഴുകി പോക്കിയാൽ നമുക്ക് പിന്നെ പണി എളുപ്പമായിരിക്കും. ഞാൻ ആദ്യം തന്നെ അത് കഴുകി ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ടെടുക്കുക. എന്നിട്ട് കഴുകിയതിൻ്റെ ശേഷം വെള്ളമൊക്കെ വാർത്ത് കഴിഞ്ഞതിന് ശേഷം കൊത്തി അരിഞ്ഞിടുക. വെള്ളമൊക്കെ വാർത്തിട്ടാക്കുമ്പോൾ അത്രയും പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്കിവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടുത്തെ വെയിലത്ത് 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നല്ല വെയിലുള്ള കാരണം കൊണ്ട് തന്നെ കുറച്ച് വലിയ പീസാക്കി കട്ടിയിലാണ് കൊത്തി അരിഞ്ഞിട്ടിട്ടുള്ളത്. നാട്ടിലൊക്കെ ആകുമ്പോൾ കനം കുറച്ചിട്ട് വേണേൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചീക്കിയിട്ടിട്ട് ഉണക്കിയാലും മതി. അപ്പോൾ വേഗത്തിൽ ഉണങ്ങിക്കിട്ടും. ഇതിപ്പോൾ ഞാൻ കട്ടിയിൽ നല്ല പണി ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. കപ്പ കൊത്തി എരിയുമ്പോൾ ഈ ആരുണ്ടെങ്കിൽ അത് കളയാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പം കൂടുതൽ തരി ഉണ്ടാവും ഈ പുട്ടിൻ്റെ പൊടിയിൽ. പിന്നെ എല്ലാതും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് ഞാനൊരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട്. 2 തട്ടിലായിട്ടാണ് വെച്ചെടുക്കുന്നത്. എന്നാൽ വേഗത്തിൽ ഉണങ്ങി കിട്ടുമല്ലോ. ഒന്നായിട്ട് ഒരുമിച്ചിടുമ്പോൾ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം ഒരു തട്ടിലേക്ക് മാറ്റും. രണ്ടാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം 2 തട്ടിലായിട്ട് ഉണക്കാൻ വെക്കുന്നുണ്ട്. അത് 2 ദിവസം കൊണ്ട് ഇത് കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനൊരു 1-1.5 കപ്പോളം ഈ ഉണക്കിയ കപ്പ് എടുത്തിട്ടാണ് എനിക്ക് ഒരു കുറ്റി പുട്ടിനുള്ള പൊടി കിട്ടിയിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നൈസായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിൽ തരിയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇത് വേഗത്തിൽ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നല്ല ഹാർഡല്ലേ കപ്പാന്ന്, പക്ഷേ ഒരു 2-3 കറക്കുമ്പം തന്നെ വേഗത്തിൽ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. എല്ലാതും ഇതേപോലെ അരിച്ചിട്ടെടുക്കുക. ഈ കപ്പ കൊത്തിയിടുമ്പോൾ എനിക്ക് തോന്നിയിട്ട് കുറേ ഉണ്ടല്ലോ എന്ന്. ഉണക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പകുതിയായി. പിന്നെ പൊടിച്ചും കൂടെ എടുക്കുമ്പോൾ നല്ല കുറവ് പോലെ തോന്നി. പിന്നെ പുട്ടിന് വേണ്ടി കുഴച്ചെടുത്താൽ, നമ്മൾ അരിമാവൊക്കെ കുഴച്ചെടുക്കുമ്പോൾ നമുക്കൊന്നും കൂടി ഡബിളായിട്ട് തോന്നൂലേ പുട്ടിൻ്റെ മാവ്, വെള്ളമൊക്കെ നനയ്ക്കുമ്പോൾ. ഇത് നനയ്ക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും തോന്നില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ തോന്നുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒരു 1.5 കപ്പ് എടുത്തപ്പോഴാണ് ഒരു കുറ്റിക്കുള്ളത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഇതേപോലെ അരിച്ചെടുത്തത് നല്ല പോലെ തരി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ. അപ്പോൾ ആ തരിയൊക്കെ കളഞ്ഞ്, എത്ര കപ്പൻ്റെ ഉള്ളിലത്തെ ആര് കളഞ്ഞാലും ആര് പെട്ടിട്ടുണ്ടായിരുന്നു ചിലതിലൊക്കെ. അത് കാരണം നല്ല തരി ഉണ്ടായിരുന്നു ഇതിൽ. ബാക്കിയുള്ള കപ്പയിലേക്ക് ഞാൻ ഗ്രാമ്പു ഇട്ട് വെക്കുന്നുണ്ട്. 4 ഗ്രാമ്പു ഇട്ടിട്ട് കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറേ കാലം ഇരിക്കും കേട്ടോ, നല്ലതായിട്ട് ഉണക്കിയിട്ടുള്ളതല്ലേ, കുറേ കാലം സൂക്ഷിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പൊടിച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് ഇപ്പോൾ പുട്ടിനുള്ള മാവ് കുഴച്ചെടുക്കുക. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് നൈസായിട്ട് കുഴച്ചെടുക്കുക. കട്ടൊക്കെ ഉടച്ചിട്ട് നല്ലപോലെ നൈസായിട്ട് തന്നെ കുഴച്ചെടുക്കുക. പിന്നെ അരിമാവിലൊക്കെ ഇടുമ്പോൾ വെള്ളം കുറച്ചധികം ആയാൽ പിന്നെ പണി കിട്ടും കേട്ടോ. ഇത് എന്താ പറയുക, ഒട്ടി പിടിക്കും പോലെ ആവും. അപ്പോൾ വെള്ളം കുറച്ചീച്ച ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ കപ്പപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ അത് കുഴച്ചെടുക്കാൻ കുറച്ച് സമയം വേണം കേട്ടോ.
അത് ആ കട്ടകളൊക്കെ ഉടച്ചിട്ട് വെള്ളം പാകമായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ പുട്ടിന് പാകപരുവമായോ വെള്ളം പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുക. എന്നിട്ട് ബോളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളം കറക്റ്റാണ്. വെള്ളം കുറവുണ്ടെങ്കിൽ അത് നിൽക്കില്ല, പൊട്ടിപ്പോരും നമ്മളിങ്ങനെ പിടിച്ച് നോക്കിയാൽ. ഇതിപ്പോൾ മാവിനുള്ള വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ പിടിച്ച് നോക്കിയാൽ ബോളായിട്ട് നിൽക്കും. വെള്ളം കുറവാണെങ്കിൽ അത് ഇങ്ങനെ ബോളായിട്ട് നിൽക്കില്ല, ഇങ്ങനെ പൊടിഞ്ഞ് പോരും. ഇനി നമുക്ക് സാധാ പോലെ പുട്ടുണ്ടാക്കാം. ഞാൻ പുട്ടുകുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പൻ്റെ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ കൂടുതൽ വേണം, അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഇട്ട്. ആ തേങ്ങയും കൂടിയും കടിക്കുമ്പോൾ അരിപ്പൊടിയിലൊക്കെ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി അധികം തേങ്ങ ഇട്ടാലാണ് പുട്ടൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി സാധാ പുട്ടിനാക്കും പോലെ തന്നെ ലെയറായിട്ട് തേങ്ങയും ഈ പൊടിയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ പുട്ടിന് അരിപ്പുട്ടൊക്കെ ആക്കുന്ന അതേ വേവന്നെ മതി, അതേ സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. കുക്കറിൽ ഞാൻ ആദ്യം വെള്ളമൊക്കെ വെച്ചിരുന്നു, വെള്ളമൊക്കെ തിളച്ചിട്ട് ആവി പോകുന്നുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കിയിട്ടെടുക്കാം. പുട്ടിന് നന്നായിട്ട് ആവിയൊക്കെ പോകുന്നുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട് പാർന്ന പുട്ട് റെഡി കേട്ടോ. ഇതിൻ്റെ മണം നല്ല ഒരു മണമാണ് കേട്ടോ, നമുക്ക് ഒരു കൊതി വരുന്ന സ്മെല്ല് തന്നെയാണ്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ഞാൻ മാത്രമാണ് കഴിക്കൽ. ഞങ്ങൾ കറിയൊന്നുമില്ലാണ്ട് ചായൻ്റെ കൂടെ വെറുതെ കഴിക്കുകയാണ് ചെയ്യൽ. കപ്പപ്പുട്ട് കഴിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം കേട്ടോ, തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചെടുക്കുക. ഈ വീഡിയോ കാണുന്നവർ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ഒന്ന് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കുഞ്ഞൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് അമർത്തുക, എന്നാലാണ് നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.